ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ മൈക്രോ ഗ്രീൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മൈക്രോ ഗ്രീൻ ഫാമിംഗ് അത് വീടുകളിലും ഫ്ലാറ്റിലും ഒക്കെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നും അതുപോലെ അത് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന 2 ഡിഷസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം മൈക്രോ ഗ്രീൻ ഫാമിംഗ് അല്ലെങ്കിൽ അതോ ചെടികളൊന്ന് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 ട്രേ എടുത്ത് വയ്ക്കാം. പിന്നെ ഞാനിവിടെ ചെറുപയറാണ് ഇന്ന് പാകി കിളിപ്പിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 24 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് എടുത്ത ചെറുപയറാണ് ഇത്. അപ്പം ഈ ചെറുപയറിന് പകരം നമുക്ക് വേണമെങ്കിൽ വൻപയർ അല്ലെങ്കിൽ ഉലുവ, കടല ഇതൊക്കെ കിളിർപ്പിച്ചെടുക്കാം. ചെറുപയറാകുമ്പോഴത്തേക്കും 6-7 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് കിളിർത്ത് ചെടിയായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതിനകത്ത് ചെറിയ കിളിർപ്പ് വന്നിട്ടുണ്ടാവും 24 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം രാവിലെ ഇട്ട് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ എടുത്താൽ മതി. പിന്നെ നമുക്കിത് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മണ്ണ് ആവശ്യമില്ല. ഈ മണ്ണിന് പകരം ഞാനിവിടെ ടിഷ്യൂ ആണ് എടുക്കുന്നത്. അപ്പം ടിഷ്യൂ ഒരു 2 ലെയറായിട്ട് വിരിച്ചു കൊടുക്കാം ഒരു ട്രേയിലേക്ക്. അപ്പോൾ ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ പഴയ പാത്രങ്ങളോ പൊട്ടിയ പ്ലേറ്റ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഒരു ട്രേ അതിനായിട്ട് നമ്മൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ട്രേയിലേക്ക് നമ്മുടെ ടിഷ്യൂ വിരിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ കൈ കൊണ്ട് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. കൂടുതലായിട്ട് വെള്ളം എടുത്ത് ഒഴിക്കാതെ ഇരിക്കുക. നമ്മൾ ട്രേയിൽ ഹോൾസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. വേറെ വളം ഒന്നും ആവശ്യമില്ല. ഈ രീതിയിൽ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പയർ തിക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കിച്ചൺ ബാൽക്കണിയിലോ അല്ലെങ്കിൽ നേരിട്ട് സൺലൈറ്റിന്റെ അടിയിൽ വെക്കാതിരിക്കുക. പിന്നെ നിഴല് വിരുന്ന സ്ഥലത്തൊക്കെ വെച്ചാൽ മതി. അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ വേണമെങ്കിലും വെക്കാം. ഇനി മണ്ണ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ എടുക്കുന്ന ഏത് പാത്രമായാലും അതിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നനവില്ലാത്ത മണ്ണാണെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് വിതറി കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിറച്ച് പയറിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിലേക്ക് 1 ലെയർ മണ്ണും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് ഒന്ന് തണുപ്പ് നിൽക്കാനായിട്ട് വെള്ളം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് 2ാമത്തെ ലെയർ മണ്ണും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പയർ നേരിട്ട് നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു 4 ഇരട്ടിയോളം പോഷകാംശം കൂടുതലുള്ളതാണ് ഈ മൈക്രോഗ്രീൻ ചെടികൾ കറി വെച്ച് കഴിക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ആക്കിയിട്ട് ഇത് 3 മണിക്കൂർ ഇടവിട്ട് നനച്ചു കൊടുക്കണം. വീട്ടിനകത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. വീട്ടിനകത്ത് വെക്കുവാണെങ്കിൽ ഒരു 3 നേരം നനച്ചു കൊടുത്താൽ മതി. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങനെ 3 നേരമായിട്ട് നനച്ചു കൊടുത്താൽ മതി. ഓരോ ദിവസത്തെയും ചേഞ്ചസ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഈ രീതിയിൽ ചെറുതായിട്ട് കിളിർപ്പ് വന്നിട്ടുണ്ട് 2 ദിവസം ആയപ്പോഴത്തേക്കും. അപ്പം മണ്ണിൽ നട്ടത് കുറച്ചുകൂടി പെട്ടെന്നായിട്ടുണ്ട്. ടിഷ്യൂലാവുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അത് വലിയ ട്രെയിൽ നട്ടത് കൊണ്ടാട്ടോ. ചെറിയ ട്രെയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെറിയ പാത്രങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വലിയ ട്രെയിൽ ടിഷ്യൂ വിരിച്ച് അങ്ങനെ വിത്ത് ആക്കി കൊടുത്തത്. ഇപ്പോൾ ഈ രീതിയിൽ കണ്ടില്ല. 6ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് 6ാമത്തെ ദിവസം മുതൽ തന്നെ അത് പറിച്ചെടുത്തിട്ട് കറികൾ ഒക്കെ ഉണ്ടാക്കാം. ഇത് കണ്ടില്ലേ, എല്ലാം ഒരേ ലെവലിൽ നല്ല ഭംഗിയായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. ഇത് 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസം ഞാനത് 2 ട്രേന്ന് ചെടികൾ പറിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അത് തോരനായിട്ട് മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെടികളൊക്കെ ചീരയൊക്കെ പറിച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് പിഴുതെടുത്തിട്ട് അതിൻ്റെ വേരിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. മണ്ണ് കൂടുതലുള്ളത് കൊണ്ടാണ് കട്ട് ചെയ്ത് കളയുന്നത്. ഇനി ടിഷ്യൂന്ന് നിങ്ങൾ പറിച്ചെടുക്കുന്നതാണെങ്കിൽ വേരും കളയേണ്ട ആവശ്യമില്ല. വേണ്ടില്ലേ, മൊത്തത്തിലെടുത്തിട്ട് പിഴുത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സമയം ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇങ്ങനെ 2 ട്രേയിലായിട്ട് 2 പാത്രത്തിലായിട്ട് എടുത്തിട്ടുണ്ട്. മണ്ണിന്ന് എടുത്തതും ടിഷ്യൂന്ന് എടുത്തതും. ഇനി നമുക്ക് ഇത് തോരനാക്കാനായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പിടി പയറിൻ്റെ ഇലയാണ് എടുത്തേക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒത്തിരി ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയായാലും അത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് തിരുമ്മി അടച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി സവോള വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതിന് പകരം തേങ്ങയും ചതച്ചിടുന്നുണ്ട്. അപ്പോൾ തേങ്ങയും അതിൻ്റെ കൂടെ 2 വെളുത്തുള്ളിയും ഒരു നുള്ള് ജീരകവും ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും ഒരു പിടി തേങ്ങയുമാണ്. ഇതൊന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് ആ വെന്ത പയറിലയിലേക്ക് നമുക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങ ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു കുഴഞ്ഞ രീതിയിലാണ്, ഉള്ളി ഇട്ടേക്കുന്നുണ്ടെങ്കിൽ കുഴഞ്ഞ രീതിയിലായിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വെള്ളം ഒന്ന് വറ്റി ഒന്ന് തോർന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വിതറിയിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റും കൂടി ഇട്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തോരൻ തയ്യാറായിട്ട് കിട്ടും. ഇനി ഇത് വെച്ചിട്ടൊരു ഒഴിച്ചുകറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുമ്പം അതിലേക്ക് ഒരു ചെറിയ സവോള കൊത്തി അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു തക്കാളി, ഇച്ചിരി വലിയ തക്കാളിയാണ്, പഴുത്ത തക്കാളി കൊത്തി അരിഞ്ഞതും, അതിലേക്ക് നമ്മുടെ പയറിൻ്റെ ഇല അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരാനായിട്ട് ഒന്ന് വേവിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നത് തുവര പരിപ്പ് അല്ലെങ്കിൽ മസൂർ ദാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓറഞ്ച് കളറിലുള്ള ചെറിയ പരിപ്പാണ്. അത് ഒരു 1/2 കപ്പ് എടുത്തിട്ട് ഒരു 2 ഇരട്ടി വെള്ളം, 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 4 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. മസൂർ ദാൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ പരിപ്പുണ്ടല്ലോ, തൂരപ്പരിപ്പ്, അത് അതേ അളവിലെടുത്തിട്ട് വേവിച്ചെടുക്കുക. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ഇത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇത് ചോറിൽ ഒഴിക്കാനാണെങ്കിലും അതുപോലെ ചപ്പാത്തിക്കാണെങ്കിലും ഒരു നല്ല കറിയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ കറികളും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും വീട്ടിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.